ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. 76,013 ചതുരശ്ര കിലോമീറ്റർ വനമുള്ള മധ്യപ്രദേശിന്റെ ആകെ വിസ്തൃതിയുടെ 24.66% വനമാണ്. ഏറ്റവും കുറവ് വനമുള്ള സംസ്ഥാനം പഞ്ചാബാണ്. 1558 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ് പഞ്ചാബിന്റെ വനവിസ്തൃതി. ഏഷ്യയിലെ ഏറ്റവും വലിയ ട്യൂലിപ്പ് പൂന്തോട്ടമാണ് ജമ്മു കാശ്മീരിലെ ശ്രീനഗറിലുള്ള ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ടൂലിപ്പ് ഗാർഡൻ. 60 ഇനങ്ങളിൽപ്പെട്ട 12 ലക്ഷം ട്യൂലിപ്പ് ചെടികളുള്ള പൂന്തോട്ടമാണ് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്യൂലിപ്പ് ഗാർഡൻ. സ്റ്റേറ്റ് ഫോറസ്റ്റ് റിപ്പോർട്ട് 2005 പ്രകാരം വനവിസ്തൃതിയിൽ ഇന്ത്യയിൽ 17ാം സ്ഥാനമാണ് കേരളത്തിന്. 15,577 ചതുരശ്ര കിലോമീറ്ററാണ് സംസ്ഥാനത്തെ വനവിസ്തൃതി. സംസ്ഥാനത്തിന്റെ ആകെ വിസ്തൃതിയുടെ 40.13%. 8 ചതുരശ്ര കിലോമീറ്ററാണ് കേരളത്തിന്റെ കണ്ടൽ കാടുകൾ. കണ്ണൂർ ജില്ലയിലാണ് കണ്ടൽ വനങ്ങൾ കൂടുതലുള്ളത്. എന്നാൽ കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് എന്നറിയപ്പെടുന്നത് നീലഗിരിയാണ്. ഏറ്റവും വലിയ കടുവാ സങ്കേതമാകട്ടെ നാഗാർജുന സാഗറും. എന്നാൽ ഏറ്റവും കൂടുതൽ ആനകളുള്ള സംസ്ഥാനം കർണാടകമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, വനം കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാറാണ്. വനമഹോത്സവം 1950 KM മുൻഷിയാണ് വനമഹോത്സവം ആരംഭിച്ചത്. എല്ലാ വർഷവും സാധാരണയായി ജൂലൈ ആദ്യവാരമാണ് വനമഹോത്സവം ആചരിക്കുന്നത്. പ്രൊജക്ട് എലിഫന്റ് 1992 ഫെബ്രുവരിയിലാണ് ആന സംരക്ഷണ പദ്ധതിയായ പ്രൊജക്ട് എലിഫന്റ് ആരംഭിച്ചത്. ആനകളുടെ സ്വൈര്യവിഹാരവും വംശവർദ്ധനയും ഉറപ്പുവരുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ച 29 ആന സംരക്ഷണ കേന്ദ്രങ്ങളാണ് നിലവിലുള്ളത്. കേരളത്തിലെ എലിഫന്റ് റിസർവുകൾ വയനാട്, നിലമ്പൂർ, പെരിയാർ, ആനമുടി എന്നിവയാണ്. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ വനവിഭവങ്ങളുടെ വ്യാപ്തിയും ലഭ്യതയും രേഖപ്പെടുത്തുന്ന പ്രമുഖ സ്ഥാപനമായ ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ കേന്ദ്ര പരിസ്ഥിതി വനം മന്ത്രാലയത്തിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. 1981 ജൂൺ 1 ഈ സ്ഥാപനം നിലവിൽ വന്നു. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. ഇന്ത്യയിലെ വനവിസ്തൃതിയുടെ സൂക്ഷ്മാംശങ്ങൾ അടങ്ങിയ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട് 2 വർഷത്തിലൊരിക്കൽ പ്രസിദ്ധീകരിക്കുന്നത് ഫോറസ്റ്റ് സർവേയാണ്. വന്യജീവി സങ്കേതം, ദേശീയോദ്യാൻ വന്യജീവികളുടെയും സസ്യങ്ങളുടെയും സംരക്ഷണത്തിന് പ്രത്യേക പരിരക്ഷ നൽകുന്ന പ്രദേശങ്ങൾ പൊതുവെ വന്യജീവി സങ്കേതം അല്ലെങ്കിൽ ദേശീയ ഉദ്യാനം എന്നിങ്ങനെ അറിയപ്പെടുന്നു. ഇന്ത്യയിലെ സിംഹങ്ങൾ കാണപ്പെടുന്ന ഏക വന്യജീവി സങ്കേതമാണ് ഗുജറാത്തിലെ ഗീർ ദേശീയോദ്യാനം. ഏഷ്യൻ സിംഹങ്ങളുടെ അവസാന സങ്കേതമാണ് ഗീർ. ഗുജറാത്തിലെ ജുനാഗഡ് ജില്ലയിലാണ് ഗീർ ദേശീയോദ്യാനം. സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഒരു പ്രത്യേക പ്രദേശത്തെ വന്യജീവി സങ്കേതമോ ദേശീയ ഉദ്യാനമോ ആയി പ്രഖ്യാപിക്കുവാൻ അധികാരമുണ്ട്. സംസ്ഥാന വന്യജീവി വകുപ്പാണ് ഇതിന്റെ പ്രാഥമിക നടപടികൾ സ്വീകരിക്കുന്നത്. വന്യജീവികൾ ധാരാളമുള്ള ഏത് മേഖലയും അവയുടെ സംരക്ഷണം മുൻനിർത്തി വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കാം. 500-ലേറെ വന്യജീവി സങ്കേതങ്ങൾ ഇന്ത്യയിലുണ്ട്. 96-ലധികം ദേശീയ ഉദ്യാനങ്ങളും ഇന്ത്യയിൽ ഉണ്ട്. ആദ്യത്തെ ദേശീയ ഉദ്യാനം ഉത്തരാഖണ്ഡിലെ നൈനിറ്റാൾ ജില്ലയിലുള്ള ജിം കോർബറ്റ് ദേശീയ ഉദ്യാനമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം. 1936-ലാണ് പ്രദേശം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്. ഹെയ്ലി ദേശീയോദ്യാനം എന്നാണ് ഇത് തുടക്കത്തിൽ അറിയപ്പെട്ടത്. 1952 ദേശീയോദ്യാനത്തിന്റെ പേര് രാംഗംഗ ദേശീയോദ്യാനം എന്നാക്കി മാറ്റി. എന്നാൽ 1957 ജിം കോർബറ്റിന്റെ സ്മരണാർത്ഥം ദേശീയോദ്യാനത്തിന് കോർബറ്റ് ദേശീയോദ്യാനമെന്ന് പുനർനാമകരണം ചെയ്തു. പ്രൊജക്ട് ടൈഗർ പദ്ധതി ആദ്യമായി ആരംഭിച്ചത് ഇവിടെയാണ്. പ്രൊജക്ട് ടൈഗർ എണ്ണം കുറഞ്ഞു വരുന്ന കടുവകളെ സംരക്ഷിക്കാനായി 1973-ലാണ് കടുവ സംരക്ഷണ പദ്ധതിയായ പ്രൊജക്ട് ടൈഗർ ആരംഭിച്ചത്. ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് വന്യജീവി സങ്കേതത്തിലാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. നിലവിൽ 17 സംസ്ഥാനങ്ങളിലായി 28 കടുവാ സംരക്ഷണ കേന്ദ്രങ്ങളുണ്ട്. രാജ്യത്തിലെ കടുവാ സംരക്ഷണ കേന്ദ്രങ്ങളുടെ എല്ലാം കൂടി മൊത്തം വിസ്തീർണം 37.761 ചതുരശ്ര കിലോമീറ്ററാണ്. ആന്ധ്രാപ്രദേശിലെ നാഗാർജുന സാഗർ ടൈഗർ റിസർവാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവാ സംരക്ഷണ കേന്ദ്രം. മഹാരാഷ്ട്രയിലെ പെൻസ് ടൈഗർ റിസർവാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കടുവാ സംരക്ഷണ കേന്ദ്രം. ദേശീയ കടുവാ സംരക്ഷണ സമിതി രാജ്യത്തിലെ കടുവകളുടെ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ ഉദ്ദേശിച്ചുള്ള നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി 2006 സെപ്റ്റംബർ 4 നിലവിൽ വന്നു. കേന്ദ്ര പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രിയാണ് സമിതിയുടെ ചെയർമാൻ. ബയോസ്ഫിയർ റിസർവ് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുവാനായി യുനെസ്കോ വിഭാവനം ചെയ്ത മാൻ ആൻഡ് ബയോസ്ഫിയർ റിസർവ് പ്രോഗ്രാമിന്റെ ഭാഗമായാണ്
ബയോസ്ഫിയർ റിസർവ് ആരംഭിച്ചത്. വളരെ വിശാലമായൊരു ഭൂപ്രദേശമാണ് ബയോസ്ഫിയർ റിസർവിൽ പെടുക. ഇന്ത്യയിൽ നിലവിൽ 15 ബയോസ്ഫിയർ റിസർവുകളാണുള്ളത്. ഇതിൽ ആദ്യത്തേത് 1986 നിലവിൽ വന്ന നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ്. കേരളം, കർണാടകം, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ പ്രദേശങ്ങൾ ഇതിൽ പെടുന്നു. ഗുജറാത്തിലെ ഗ്യാൻ ഭാരതി ബയോസ്ഫിയർ റിസർവ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ്. ഇത് ബ്രൂ സെയ്ഖോവ് ആണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ബയോസ്ഫിയർ റിസർവ്. ഒരിക്കൽ കൂടി പേര് ശ്രദ്ധിക്കുക, ദി ബ്രൂ സെയ്ഖോവ് ആണ്.